ചാണ്ടിയുമ്മൻ എം എൽ എ വീണ്ടും മത്സരരംഗത്തേക്ക് പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ കോട്ടയം RD ഓഫീസിലേക്ക് എത്തിച്ചേരും. അതിനു മുൻപ് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി പ്രാർത്ഥനകൾക്ക് ശേഷമാണ് നാമനിർദ്ദേശ പത്രിക കല്ലറയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ചാണ്ടിയുമ്മൻ ഈ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ, മറ്റ് കോൺഗ്രസിൻ്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചാണ്ടിയുമ്മനൊപ്പമുണ്ട്. മാത്രമല്ല അല്പസമയം മുൻപ് ഏറ്റുമാനൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ്, ഒപ്പം കായംകുളത്ത് മത്സരിക്കുന്ന എം ലിജു ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ കല്ലറയിലേക്ക് അനുഗ്രഹം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ സമയം മുതൽ തന്നെ നിരവധിയായിട്ടുള്ള UDFൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇവിടേക്ക് പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചേരുന്നതും വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ചാണ്ടിയുമ്മൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വീണ്ടും ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുകയാണ്. അതെ, രണ്ടാമത്തെ അംഗമാണ്. എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം. നോമിനേഷൻ കൊടുക്കാനുള്ള പോക്കിലാണ്. അതെ, ഞാൻ രാവിലെ മണർകാട് പള്ളി, മണർകാട് അമ്പലം, അതുപോലെ തന്നെ പാമ്പാടി ദേറ, അതിനുശേഷം രാമലക്ഷ്മണ ക്ഷേത്രം, പിന്നെ പുതുപ്പള്ളി പള്ളി, കല്ലറ കയറി നേരെ നോമിനേഷൻ കൊടുക്കാൻ പോവാം. ഫ്ലക്സും പോസ്റ്ററും ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള പ്രചാരണം അല്ല, ഫ്ലക്സും പോസ്റ്ററിനപ്പുറം ജനങ്ങളുടെ മനസ്സിലാണ് സ്ഥാനമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ഞങ്ങൾ 25 വീട് കൂടി 50 വീടിന് ശേഷം 25 വീട് കൂടി പണിയാൻ ആഗ്രഹിക്കുന്നു. അതുൾപ്പെടെയുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ആ തീരുമാനം. ഇപ്പോൾ പ്രചാരണം പത്രിക കൊടുക്കും 12. അങ്ങനെ 12 മണിക്ക് പത്രിക കൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ നിലവിൽ ഇപ്പോൾ നിരവധിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ചാണ്ടിയുമ്മനൊപ്പമുണ്ട്. അങ്ങനെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് അതിനുശേഷം ഗാന്ധി സ്ക്വയറിലും അതിനുശേഷം കോട്ടയം RD ഓഫീസിലേക്ക് എത്തി അവിടേക്ക് എത്തി പത്രിക സമർപ്പിക്കും. നേരത്തെ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം പോലെ പുതുപ്പള്ളിയിലെ ഈ കല്ലറ മാറുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒക്കെ തന്നെ നിരവധിയായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ പുതുപ്പള്ളിയിലെ കല്ലറയിലേക്ക് എത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായും ചാണ്ടിയുമ്മനും ആ സമയത്തൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപായി ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ആ പത്രിക കല്ലറയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ചാണ്ടിയുമ്മനും ഈ പത്രിക സമർപ്പണത്തിലേക്ക് ഒരുങ്ങുന്നത്. അക്ഷയ. തീർച്ചയായിട്ടും ഷിനോജാണ് വിവരങ്ങൾ നൽകുന്നത്. 53 വർഷക്കാലം ഉമ്മൻചാണ്ടിയെ നെഞ്ചേറ്റിയിട്ടുള്ള ജനതയാണ് പുതുപ്പള്ളിക്കാർ. അവിടെ ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ എത്തുന്നത്. ഉമ്മൻചാണ്ടി അതുവരെ സ്വായത്തമാക്കിയിട്ടുള്ള അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഭൂരിപക്ഷങ്ങളെയൊക്കെ കവച്ചുവെച്ച ചരിത്ര ഭൂരിപക്ഷവുമായിട്ടാണ് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്നും നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ തവണകളിലൊക്കെ ജയിക്കായിരുന്നു LDFിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെങ്കിൽ ഇത്തവണ K രാധാകൃഷ്ണനാണ് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരത്തിന് ഇറങ്ങുന്നത്. ചാണ്ടിയുമ്മന്റെ പ്രചാരണത്തിൽ ഉൾപ്പെടെ കുറെ മാറ്റങ്ങളുണ്ട് ഇത്തവണ എന്നുള്ളതാണ്. എല്ലായിടങ്ങളിലും എല്ലാവരും ഫ്ലക്സ് അടിച്ചും ബാനർ കെട്ടിയും ഒക്കെ പൈസ കയ്യിൽ നിന്ന് പോയവരും സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്ത് പൈസ പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. മറ്റാളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ചാണ്ടിയുമ്മൻ ആ തലത്തിലേക്കുള്ള പ്രചാരണത്തിലേക്കൊന്നുമില്ല. ആളുകളുടെ മനസ്സിലാണ് ഇടം പിടിക്കേണ്ടതെന്നുള്ളതാണ് ചാണ്ടി പറയുന്നത്. പലപ്പോഴായി യുവ നേതൃനിര നമ്മൾ നോക്കുമ്പോൾ അതിൽ വേറിട്ട ഒരു രീതി എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്ന ഒരു നേതാവാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ളത് നിസ്സംശയം പറയാം. അദ്ദേഹം എന്തായാലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി 12 മണിക്കാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ കല്ലറയിൽ, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ എത്തിയിരുന്നു. നേരത്തെ ഷിനോജ് സൂചിപ്പിച്ച പോലെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നോണം ഉമ്മൻചാണ്ടിയുടെ കല്ലറ മാറിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ദിവസങ്ങളിൽ വീണ്ടും കാണുകയും ചെയ്യുകയാണ്. ചാണ്ടിയുമ്മൻ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ പിതാവിന്റെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്നും മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്.